എന്റെ അമ്മേ. ദൈവമേ, ഈ കുരിശിൽ നിന്നിട്ട് പെങ്ങോട്ട് കെട്ടിയെടുക്കണം. ഓ, ഇത്ര ചെയർ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ തന്നെ ഇരിക്കാൻ കണ്ടോ. ഹലോ. ഹായ്. ഹലോ. എന്താ കാണാത്ത പോലെ ഇരിക്കുന്നു? അത് കാണാത്തോണ്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അതെ, ഒരു വിഷയം പറയണോണ്ട് വിഷമം തോന്നരുത്. എന്റെ ഫ്രണ്ട് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. കുട്ടിയൊന്ന് അപ്പുറത്തേക്ക് ഇരിക്കണോണ്ട് വിരോധമുണ്ടോ? വിരോധമുണ്ട്. ഞാനും എന്റെ ഒരു ഫ്രണ്ടിനെ പ്രതീക്ഷിച്ചിരിക്കാം. കുട്ടിക്ക് അപ്പുറത്തിരുന്നും പ്രതീക്ഷിക്കാലോ. സോറി, ഞാൻ എന്റെ ഗസ്റ്റിന്റെ അടുത്ത് ഇത് അടയാളം പറഞ്ഞു പോയി, അതുകൊണ്ടാ. ഞാനും. കുട്ടി അന്ന് കോളേജിൽ വെച്ച് പാട്ടുപാടി സഹായിച്ചത് ഞാനാ, അത് മറക്കാൻ പാടില്ല. അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചത് ഞാനും മറന്നിട്ടില്ല. ഇതെന്റെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി ഞാൻ വെളുപ്പാങ്കാലത്തോട്ട് റിസർവ് ചെയ്തിരിക്കണതാ. എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല. താൻ വേണമെങ്കിൽ അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇത് നിന്റെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. അതെ, എന്റെ കുടുംബ സ്വത്ത് തന്നെയാ. ദാ നോക്ക്, സ്പോൺസേർഡ് ബൈ ഗംഗ അസോസിയേറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? എന്റെ ഡാഡി സ്പോൺസർ ചെയ്തതാ ഇത് മൊത്തം. എന്നാ എല്ലാത്തിലും കയറി നിരന്നിരിക്കണി. നിന്റെ ഡാഡി സ്പോൺസർ ചെയ്തല്ലേ? ഹലോ, ഞാൻ കാവേരിയാ. ഇതെവിടെയാ? ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ കണ്ടായിരുന്നു നിങ്ങളൊരു പെണ്ണുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതവളാ, ആ ഗംഗ. നിങ്ങളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞാൻ മാറി നിന്നെ. ഛേ, ഇത് താൻ കരുതുന്ന പോലെ മറ്റേ ഐ ലവ് യു കേസൊന്നുമല്ല. മാത്രമല്ല, എനിക്ക് ഈ പണക്കാരികളെ പണ്ടേ വെറുപ്പാ, മനുഷ്യത്തല്ലാത്ത വർഗ്ഗങ്ങൾ. പക്ഷേ ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, അത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പിശാചാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഫോൺ എപ്പോഴാ എക്സ്ചേഞ്ച് ചെയ്തത്? ഒരു കാര്യം ചെയ്യ്, ഇയാൾ മറൈൻ പാർക്കിന് മുമ്പിലുള്ള റെസ്റ്റോറന്റിൽ വരൂ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അതെ അതെ, എന്നെ ഒന്ന് വെറുതെ വിടും പ്ലീസ്. അതിന് ഞാൻ നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ വന്നിരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? വേറെ എവിടെയെങ്കിലും ചെന്നിരുന്നൂടെ? അതോ ഇവിടുത്തെ ചെറുകളും കുട്ടിയുടെ ഡാഡി സ്പോൺസർ ചെയ്തതാ? ഈ ഹോട്ടൽ തന്നെ എന്റെ ഡാഡിയുടെയാ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തിരിക്കും. എന്നാ ഇതിന് പുറത്ത് കയറി ഇരിക്കണേ. സോറി. ഹലോ. താനൊരു പെരുങ്കള്ളനാ. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നല്ലോ ആ കുട്ടി. കഴിഞ്ഞ ജന്മത്തിൽ അവളെ കൊന്നത് ഞാനാന്നാ തോന്നണേ. അത് ഈ ജന്മത്തിലും ആവർത്തിക്കാൻ വേണ്ടിട്ടാ ആ പിശാച് എന്റെ പുറകെ നടക്കണം. എനിക്ക് അങ്ങനെയല്ല തോന്നണത്. ഈ ജന്മത്തില് തന്നോട് ഇഷ്ടം കൂടാനാ അവള് ശ്രമം തോന്നുന്നു. അതാ ബൊമ്മക്കുട്ടിയുടെ മനസ്സിലിരിക്കുള്ളൂ. അവൾ ആള് ശരിയല്ല. അവള് ഭയങ്കര പണക്കാരിയാ. അപ്പൊ അതാണ് കാര്യം. പണക്കാരി അല്ലായിരുന്നെങ്കി ഒന്ന് നോക്കിയേനെ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കണം. തനിക്ക് ഈ മനസ്സ് വായിക്കാൻ പ്രത്യേക കഴിവാ. എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമാണെന്ന് തനിക്ക് മനസ്സിലായല്ലേ? പുറത്തു പറയരുതട്ടോ. തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആ കുട്ടി അറിഞ്ഞാലോ? ഒരിക്കലും അറിയില്ല. ആളുകളെ അറിയാനും മനസ്സിലാക്കാനും തനിക്കുള്ള കഴിവൊന്നും ആ കുട്ടിക്കില്ല. തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് അവക്കുണ്ടെങ്കിലോ? എങ്കിലപ്പൊ കെട്ടിന്ന് ചോദിച്ചാ മതി. എന്താ പറയാ? എന്താ? പോട്ടെ ചേടാ, പോട്ടെ. മോനെ മരങ്ങോടാ. അപ്പൊ ഇതായിരുന്നു മനസ്സിലിരിപ്പ്. അത് പിന്നെ ഞാൻ അയ്യോ, ആ പോയ പെങ്കുച്ച് ആരാണെന്നറിയോ? എന്റെ മുതലാളിയുടെ ഒരേ ഒരു മകളാ. എന്താ? നീ നിന്റെ പെങ്ങളെപ്പോലെ ഒരു പണച്ചാക്കിനെ വളച്ചെടുക്കാനുള്ള ശ്രമമാണല്ലേ? ആണെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഞാനൊന്ന് കറക്കിയാലോട്ടല്ലോ നീ അകത്താ. കറക്കടോ. തന്റെ ഒരേ ഒരു മുതലാളിയുടെ മകളുമായിട്ട് ഞാൻ ഒടുക്കത്തെ പ്രേമം. തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? താൻ ചെയ്യടോ. അങ്ങനാണെങ്കിൽ എന്റെ മുതലാളിയെ വരുത്താം. യവനെ വക വരുത്താം. സാറെങ്ങോട്ടാ? വണ്ടി ടൗൺ ഹാളിലേക്ക് വിടാം. സാർ, ഞാനൊരു ലോങ് ട്രിപ്പ് പിടിച്ചിരിക്കാം. വിരോധമില്ലെങ്കിൽ. ഇത് പ്രീപെയ്ഡ് ടാക്സി അല്ലേ? അതെ. ഇത് ക്യാഷ് അടച്ച റെസിപ്റ്റാ. വണ്ടി വേഗം വിട. ഞാൻ സാറിന് വേറൊരു വണ്ടി അറേഞ്ച് ചെയ്തെന്ന. വേണ്ട, എനിക്ക് ഈ വണ്ടി തന്നെ മതി. അല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ, ഞാനൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് വേറെ വണ്ടി പിടിച്ച് പൊയ്ക്കോളാം. സോറി സാർ, നിങ്ങൾ ആ വണ്ടി തന്നെ. ശരി.
ഈ വണ്ടിക്ക് ഇത്ര സ്പീഡേ ഉള്ളോ? വിമാനത്തിന്റെ സ്പീഡൊന്നും കാറിന് കിട്ടില്ലല്ലോ സാർ. ഹലോ ഹലോ, ഇവിടെ റേഞ്ച് ഇല്ലേ? മൊബൈൽ ടവർ കാറിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ സാർ? ഇവൻ എവിടുന്ന് വന്നതാ? താൻ വണ്ടി ഒന്ന് നിർത്തിക്കേ. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആ ഞാന് എയർപോർട്ടിലോട്ട് കാർ അയച്ചിരുന്നു. ലേറ്റ് ആയി പോയി. ആര്, ഞാനോ? അല്ല, കാറ് അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. അല്ലല്ലോ. എങ്കിൽ ഫോൺ വെച്ചിട്ട് പോടോ മനുഷ്യനെ. ഓ, shit. ഇപ്പൊ അകത്തും പുറത്തും അഴുക്കായി. വലിയ വാചകമൊന്നും അടിക്കണ്ട. വളയം പിടിക്കുന്നവൻ വളയം പിടിച്ചാ ഓ, മതി. നിക്ക്. ഈ വൃത്തികെട്ട കോളത്തിൽ സാറിനകത്തേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് എയർപോർട്ടിലോടുന്ന VIP വണ്ടിയാ. വണ്ടിയിൽ അഴുക്കാവും. വണ്ടി ഇടറാ, നിർത്ത. നീ ആ കടയിൽ ചെന്ന് എനിക്കൊരു പാൻസ് ഷർട്ടും വാങ്ങിക്കോ. അയ്യോ, എന്റെ ജോലി വണ്ടി ഓടിക്കാന്നുള്ളത് മാത്രമാണ്. ആ കടയിൽ പോയി എനിക്ക് പാൻസ് ഷർട്ടും വാങ്ങിക്കാൻ നിനക്ക് എന്ത് കൂലി വേണം? ഒരു 200 എടുത്തോ. ആ. പിന്നെ ഷർട്ട് 44, പാൻസ് 38. 38 പാന്റും 44 ഷർട്ടുവാ ഈ പൈസക്കാ? ഓ, സൈസിന്റെ കാര്യം പറഞ്ഞ അടമായി. എടോ പരമാനന്ദം, സാർ. എത്ര മണിക്കാടോ ഫംഗ്ഷൻ? ടൈം ഈസ് ഓവർ സാർ. ഓ, ഞാനിതാ എത്തി. എന്തിന്? Yes, ഓക്കേ. sir. ഇതെന്താടോ ഇത്? അവിടെ ഇതൊക്കെ ഉള്ളൂ. ഇനി വേറെ വേണമെങ്കിൽ 25 കിലോമീറ്റർ കൊണ്ട് ഓടണോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നീ പാകിസ്ഥാൻകാരനാണോ? അല്ല. ഒരു ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം കണ്ട് ചോദിച്ചതാ. രക്ഷപ്പെട്ടു. സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചു, ആവശ്യം വരും. പോട്ടെ. ചെല്ല. 4 വർഷം തുടർച്ചയായി സേഡ് ജിക്കാണ് അവാർഡ്. ഇത്തവണയും അദ്ദേഹത്തിനായിരിക്കും. അതെ. ഓ, സാർ, ഇത് MTVയുടെ പ്രോഗ്രാം അല്ല, അവാർഡ് ഫംഗ്ഷൻ ആണ്. സാർ എന്താ ഈ അവിഞ്ഞ വേഷത്തില്? അതൊക്കെ പറയാം. തനിങ്ങി വന്നേ. വാ. ഞാൻ സാറിനെ കൊണ്ട് സ്റ്റേജിൽ എത്തട്ടെ. എന്തിനാ എന്നെ ബാത്റൂമിൽ കൊണ്ടുവന്ന്? അത് കേറ്. വേണ്ട സാർ. അയ്യേ, ഛേ. ആണക്കേടായി സാർ. ഓ. വാ. പരമാനന്ദം, തനിക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. സാർ ഇട്ടപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഡോ, ഡോ. അടുത്തതായി ഈ വർഷത്തെ ദ ബെസ്റ്റ് ബിസിനസ്മാൻ ഓഫ് കേരള അവാർഡ് പ്രഖ്യാപനമാണ്. വ്യവസായ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് തിളക്കമാർന്ന വിജയം നേടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബിസിനസ്മാൻ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ രാഘവേന്ദ്ര സേഠ് ഈ വർഷവും മുന്നിൽ തന്നെയുണ്ട്. എങ്കിലും ചുരുങ്ങിയ കാലയളവിൽ ബിസിനസ് രംഗത്ത് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് വൻ നേട്ടങ്ങൾ കൈവരിച്ച് പുത്തൻ ഉണർവായി മാറിയിരിക്കുകയാണ് മിസ്റ്റർ രമേഷ് പ്രസാദ്.